നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് പ്രതിസന്ധിയിലും സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് നേട്ടമോ? ആഗോള സ്റ്റാർട്ടപ്പ് റിപ്പോർട്ടിൽ കേരളത്തിന് ഏഷ്യയിൽ 5-ാം സ്ഥാനം. ആഗോളതലത്തിൽ ആദ്യ 20-നുള്ളിലും എത്താനായെന്ന് വിദഗ്ധർ. സ്റ്റാർട്ടപ്പുകൾക്ക് കുതിപ്പേകാൻ കേരളം തയ്യാറോ? വർത്തമാനകാലം ചർച്ച ചെയ്യുന്ന ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പി കൃഷ്ണകുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ കോളിൽ കേരള സർവകലാശാല സാമ്പത്തിക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ സിദ്ദിഖ് റാബിയത്ത്, കോഴിക്കോട് നിന്ന് വീഡിയോ കോളിൽ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ സ്ഥാപക CEO ശ്രീ സിജോ കുരുവിള ജോർജ്. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ പി കൃഷ്ണകുമാർ, കേരളത്തിൽ ഈ സാധാരണ വ്യവസായ സംരംഭകരൊക്കെ തിരിഞ്ഞോടുകയും പലപ്പോഴും കേരളത്തിലെ മണ്ണ് ഇതിന് അനുയോജ്യമല്ല എന്നൊക്കെ വിധി എഴുതുകയും ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് പ്രതിസന്ധിയിൽ വലിയൊരു മുന്നേറ്റം കുറിക്കുന്നതായിട്ടുള്ള ഒരു ശുഭ സൂചനയാണോ നൽകുന്നത്? അല്ല, ഈ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വലിയ രീതിയിൽ വികസനം പ്രാപിക്കുന്നു. ഈ റിപ്പോർട്ട് ഈ ന്യൂസ് ഞാനും കണ്ടു. ഏഷ്യയിൽ 5-ാം സ്ഥാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഏഷ്യയിൽ 20-ാം സ്ഥാനമാണ്. തെറ്റിപ്പോയി. ഏഷ്യയിൽ 5-ാം സ്ഥാനം. കേരളം ഏഷ്യയിലെ 5-ാം സ്ഥാനത്താണ്. ആഗോളതലത്തിൽ 20-ാം സ്ഥാനത്താണ്. 20-ാം സ്ഥാനമല്ല, 20-നകത്ത് വരും എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്തൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ഗുജറാത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും മെച്ചമായിട്ടുള്ളത്. അപ്പം ഗുജറാത്തിൽ മെച്ചമായിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഗുജറാത്ത് ഏഷ്യയിൽ 1-ാം സ്ഥാനത്തേക്കും. എനിക്ക് അതിനകത്തൊക്കെ സംശയമുണ്ട്. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. പക്ഷേ എന്തായാലും ഈ ആഗോള സ്റ്റാർട്ടപ്പ് അന്തരീക്ഷ റിപ്പോർട്ട് GSCR പറയുന്നതനുസരിച്ച് ഈ അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അവർ 4-5 മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്. 1, പ്രവർത്തന മികവ്. 2, സ്റ്റാർട്ടപ്പിലുള്ള നിക്ഷേപങ്ങൾ. 3, വിപണനശേഷി. 4, വിഭവം ആകർഷിക്കാനുള്ള വിഭവാകർഷണത്തിലുള്ള കഴിവ്. പിന്നെ പരിചയസമ്പന്നത. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് കേരളത്തിൽ ഈ വക കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തന്നെ ആലോചിക്കണം. 1, പ്രവർത്തന മികവ്. പ്രവർത്തന മികവ് കൊണ്ട് സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും കിറ്റക്സ് ഒക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞു. നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വ്യവസായങ്ങൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ സ്റ്റാർട്ടപ്പുകൾ കളിക്കുന്നത് മോശമാണെന്നൊന്നുമല്ല. സ്റ്റാർട്ടപ്പുകൾ ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പല സ്റ്റാർട്ടപ്പുകളും അതിൻ്റെ ആ ഇൻക്യുബേഷൻ സ്റ്റേജ് കഴിയുന്നതിന് മുമ്പ് തന്നെ അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. ചില കണക്കുകളനുസരിച്ച് ഏതാണ്ട് 90% സ്റ്റാർട്ടപ്പുകൾ 5 വർഷം പോലും സർവൈവ് ചെയ്തില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏഷ്യയിലെ 5-ാം സ്ഥാനമാണെങ്കിൽ ഏഷ്യയിലെ ബാക്കി സ്റ്റാർട്ടപ്പുകളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് വലിയ ഉത്കണ്ഠയുള്ളത്. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടുന്നൊരു പ്രശ്നമാണിത്. പിന്നെ നിക്ഷേപം ആകർഷിക്കുന്നു. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും നിക്ഷേപം കിട്ടി കോവിഡ് കാലത്തുമെന്നും. അപ്പം അതൊക്കെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സൈറ്റിൽ പോയി നോക്കി. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സൈറ്റിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ 2200 സ്റ്റാർട്ടപ്പ് എങ്ങാണ്ട് കേരളത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾ എത്ര സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി, ഇൻക്യുബേഷൻ സ്റ്റേജിൽ എത്ര സ്റ്റാർട്ടപ്പുകൾ അവസാനിപ്പിച്ചു, അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്ര സ്റ്റാർട്ടപ്പുകൾ വന്നു, ഈ സ്റ്റാർട്ടപ്പുകളുടെ മൊത്തം എത്ര നിക്ഷേപമുണ്ട്, ഈ വക കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിട്ട് കിട്ടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് സ്റ്റാർട്ടപ്പുകൾ വൈറ്റപ്പ് ചെയ്തു, സ്റ്റാർട്ടപ്പുകൾ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏഷ്യയിൽ 5-ാം സ്ഥാനവും ലോകത്ത് 20-ാം സ്ഥാനത്തിനകത്തുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ അതൊക്കെ വളരെ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ഓവർ അംബീഷ്യസ് ആയിട്ടുള്ള ചില നിഗമനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചർച്ചയിൽ വയ്ക്കുമ്പോൾ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രധാന പ്രശ്നങ്ങളും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഇത് ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ തിരിച്ചും ഒരു നെഗറ്റീവായിട്ടങ്ങ് പറയുകയല്ല. സ്റ്റാർട്ടപ്പ് ആവശ്യമാണ്, പക്ഷേ എത്രത്തോളം അത് സക്സസ് ആയി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ ചരമം പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ സാങ്കേതിക പരിജ്ഞാനമുള്ള പ്രതിഭകളെ ജോലിക്ക് ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കേരളം എന്നും പുറം ലോകം അറിയുന്നുണ്ട്.
പക്ഷെ എന്തുകൊണ്ട് ഈ കുതിപ്പ് ഇത് പിന്നീട് അങ്ങോട്ട് കാണുന്നില്ല? അതായത് ഞാൻ മനസ്സിലാക്കിയത് ഈ പർട്ടിക്കുലർ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു പ്രൈവറ്റ് വെബ്സൈറ്റ് എന്തോ ആണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് ജീനോം എന്നോ എന്തോ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ്. അത് ഇത്രയും വലിയൊരു ആഘോഷം വേണോ എന്നെനിക്ക് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്കൊരു ഏതെങ്കിലും ഒരു ഫോറിൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അംഗീകാരമോ ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ആയിക്കോട്ടെ, നമുക്കതൊരു നല്ല കാര്യമാണ്. ഞാൻ ഒരിക്കലും കേരളം സെലിബ്രേറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഈ ഒരു വെറുതെ ഈ പറയുന്നൊരു PR എക്സസൈസ് പോലുള്ള കാര്യങ്ങളായി പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് വലിയ യൂണിക്കോൺസായി മാറിയ ചരിത്രം നമുക്ക് കാണാം. $1 ബില്യൺ നെറ്റ്വർത്ത് ഉള്ളപ്പോഴാണ് നമ്മൾ യൂണിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഫ്ലിപ്കാർട്ട് മുതൽ നോക്കുന്ന കാര്യങ്ങൾ, ബുക്ക് മൈ ഷോ ആകട്ടെ, അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ആകട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ രീതിയിൽ ഈ ചെറിയ സ്റ്റാർട്ടപ്പ്സ് ആയിട്ട് തുടങ്ങി വലിയ രീതിയിലോട്ട് പോയതുണ്ട്. ഒരു മലയാളിയുടെ സ്റ്റാർട്ടപ്പായിട്ടുള്ള ബൈജൂസ്, എഡ്യൂടെക് എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിൽ കണ്ടിട്ടുള്ള ഇത്. പക്ഷേ ഇതൊന്നും ഒരുപക്ഷെ കേരളത്തിൽ നിന്നൊരു ഒരു യൂണിക്കോൺ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കടം. ഈ പറയുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏഷ്യയിൽ 5ാമതായിട്ട് കാണുന്ന അത് എനിക്ക് മനസ്സിലായത് എന്താ പറഞ്ഞാൽ, ഇവിടുത്തെ അതായത് ഈ ഹ്യൂമൻ റിസോഴ്സ് അതിൻ്റെ ഒരു കൊടുക്കൻ അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ ഈ റാങ്കിങ്ങിലാണ് നമ്മൾ 5ാമത് വന്നിരിക്കുന്നത്. അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്തതിലോ അല്ലെങ്കിൽ ഇത് യൂണിക്കോൺ ആയതിലോ അല്ലെങ്കിൽ അതിന് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കിട്ടിയതിലോ ഒന്നുമല്ല. അപ്പം നമ്മുടെ ഇവിടെ ഒരു സംരംഭകർ വരികയാണെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിന് നമുക്ക് ഒരു ഘടകം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സാണ്, അല്ലെങ്കിൽ ടാലൻറ്റഡ് ഹ്യൂമൻ റിസോഴ്സാണ്. അതിൻ്റെ കോസ്റ്റ് കേരളത്തിൽ വരികയാണെങ്കിൽ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഗ്രേഡിങ്ങിലാണ് നമുക്ക് ഈ പറയുന്ന ഒരു റാങ്കിങ് വന്നിട്ടുള്ളത്. അല്ലാതെ ബാക്കിയുള്ള ഇതിലല്ല. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു 85-86% ഓഫ് സ്റ്റാർട്ടപ്സും കേരളത്തിന് വെളിയിലാണ്. അതായത് 5 or 6 ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ, തെലങ്കാന എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങളിലോട്ടൊക്കെയാണ് സ്റ്റാർട്ടപ്പിൻ്റെ ഫണ്ടിങ് മുഴുവൻ പോകുന്നത്. സാധാരണ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഗേജ് ചെയ്യുന്നത് അതിൻ്റെ ഫണ്ടിങ് കിട്ടിയ സീരീസ് എ ഫണ്ടിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫണ്ടിങ് കിട്ടുന്നതിലാണ് നമ്മളൊരു അതിൻ്റെ ഒരു വളർച്ച നമ്മൾ നോക്കുന്നത്. നമുക്ക് ഫണ്ടിങ് വലുതായിട്ട് വന്നിട്ടില്ല. വലുതായിട്ടെന്നല്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഡൊമൈനാണ്. ഞാൻ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ടപ്പുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന പല ടെക്നോളജിക്കൽ സ്റ്റാർട്ടപ്സിനും നമ്മുടെ ഫണ്ടിങ് ഇന്ന് കിട്ടുന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്ട്സും പരസ്യം ചെയ്തിട്ട് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ഒരു കാരണവശാലുമുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ല. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 90% ഒരുപക്ഷെ ഫെയിലിയർ ആകാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയും കൊണ്ട് വരുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഇതിനകത്ത് അവർക്ക് വളരെ ഷൂസ്ട്രിങ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ്, പക്ഷേ ടെക്നോളജിയെ ഹെവി ആയിട്ട് ഇൻവോൾവ് ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ തുടങ്ങുമ്പോൾ ബുക്ക് സ്റ്റോറായിട്ടാണ് തുടങ്ങുന്നത്. ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വെച്ചിട്ട് അവർ 20 ബുക്കാണ് ആദ്യത്തെ വർഷം വിറ്റത്. ഇന്ന് അതെനിക്ക് തോന്നുന്നത് 34,000 കോടി രൂപയുടെ ടേൺ ഓവറും ഏതാണ്ട് 3,200 കോടി രൂപയുടെ ലോസും മറ്റുമാണ് 2020 ഡിക്ലെയർ ചെയ്തത്. പക്ഷേ എന്നാൽ പോലും അത് എനിക്ക് തോന്നുന്നു ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ നെറ്റ്വർത്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യുവേഷനാണ് ഈ ഫ്ലിപ്കാർട്ടിനുള്ളത്. അപ്പോൾ അതുപോലെ ഒന്നും പറയത്തക്ക രീതിയിൽ നമുക്കൊരു കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷനോ മറ്റോ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ എക്കോ സിസ്റ്റം എന്ന് പറയും. ഇവിടെ നമ്മളിപ്പോഴും പറയുന്ന ഒരു എക്കോ സിസ്റ്റമാണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഘടകങ്ങൾ ആവശ്യമുണ്ട്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനുള്ള ഫണ്ടിങ്. ഓക്കെ ശ്രീ രഞ്ജിത്ത്, ഞാൻ മറ്റ് ഗസ്റ്റിലേക്കൂടെ പോകട്ടെ. ശ്രീ സിദ്ദിഖ് റാബിയത്ത്, ഇതിനകത്ത് മറ്റു പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് തുടക്കകാലത്ത് സർക്കാർ നൽകിയ ഇളവ് മറ്റിടങ്ങളിൽ നിന്ന് സ്റ്റാർട്ടപ്പുകളെ സംസ്ഥാനത്ത് എത്തിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ അങ്ങ് കൊട്ടിഘോഷിക്കുകയാണ്. ഇതൊക്കെ ഒരു PR എക്സർസൈസിൻ മാത്രമായി മാറുകയാണോ?
ആദ്യമായിട്ട് വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് നമ്മൾ ഈ ചർച്ച തന്നെ തുടങ്ങിയതെന്നാണ് എനിക്ക് ഫസ്റ്റ് ഒബ്സർവേഷൻ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം 3000-ഓളം, എനിക്ക് തോന്നുന്നു 2900 സ്റ്റാർട്ടപ്സ് രജിസ്റ്റർ ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സൈറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഏകദേശം 3000-ഓളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾവി അല്പം കൂടെ ഓർക്കയാകാം. ഓക്കെ. ഏകദേശം 3000-ഓളം സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ നമ്മൾ പൊതുവായിട്ട് നമ്മൾ ഇതിനെ കാണുമ്പോൾ വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് അതിനോട് ഒരു ചെറിയ ഇതുണ്ട്. കാരണം പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ജഡ്ജ്മെന്റൽ ആയിട്ട് തുടങ്ങുന്നതിൽ ഒരു അപാകതയുണ്ടെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോ നമ്മുടെ കേരളത്തിലെ മൊത്തം സ്റ്റാർട്ടപ്പ് വരുന്നത് എന്താണ്? ഒരു പുതിയ ആശയം, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെ നമ്മൾ ക്രോഡീകരിച്ച് അത് കൂടുതൽ, എനിക്ക് തോന്നുന്നു, ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ നവീനമായിട്ടുള്ള ആശയങ്ങളൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഒക്കെ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടപ്പിനെ കാണുന്നത്. അപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ യങ് ജനറേഷൻ തന്നെയാണ്, വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള നല്ല മികച്ച ആശയങ്ങളുമായിട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഫെയില്യൂർ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു ഇത്രയും അധികം സ്റ്റാർട്ടപ്പ് ചെറിയ സമയം കൊണ്ട് കേരളത്തിൽ വലിയ തോതിൽ പിന്നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ കഴിയുന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഫസ്റ്റ് പറയാനുള്ളത്. രണ്ടാമതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മൾ കേരളത്തിന്റെ മൊത്തം ഈ ഒരു മാൻ പവർ അല്ലെങ്കിൽ റിസോഴ്സിനെ നമ്മൾ വളരെ ചുരുക്കി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളീയനൊന്നും പറ്റില്ല എന്നുള്ള അങ്ങനല്ല. കേരളത്തിന്റെ IT റെവല്യൂഷൻ, ഇന്ത്യയിലെ തന്നെ IT റെവല്യൂഷൻ ലീഡ് ചെയ്തത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് എന്ന് ഞാനല്ല പറഞ്ഞത്. പുല്ലാപ്രേ ബാലകൃഷ്ണൻ 2002 ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് EPW. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറക്കിയ നിരീക്ഷണമാണ്. അപ്പൊ അതിൽ പറയുന്നത് ബെനൈൻ നെഗ്ലക്ട് എന്നാണ്. കേരളത്തിലെ മാൻ പവർ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ സൈബരാബാദിലോ അല്ലെങ്കിൽ അതായത് ഹൈദരാബാദിലെ സൈബർ സിറ്റിയിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ എല്ലാ IT പ്രൊഫഷണൽസ് എടുത്തു നോക്കൂ, അതിന്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഈ എഡ്യൂക്കേറ്റഡ് യൂത്ത്. ഇവിടെ സാഹചര്യം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ അവർക്ക് പുതിയ വാതായനം തുറന്നു കൊടുക്കുന്ന തരത്തിലേക്കുള്ള നിയമപരിഷ്കരണം വരെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 3000 രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പുകളെ നമ്മൾ കാണേണ്ടത്. അത് കണ്ടില്ല, വെറുതെ ഒരു PR വർക്കാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത് നമ്മളെ യങ് ജനറേഷൻ ഈ മേഖലയിൽ കടന്നു വരുന്നതിന് നമ്മൾ സ്കട്ടിൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചയായി പോയി എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് അതിനോട് പറയാനുള്ളത്. അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഓഫ് കോഴ്സ് അതിന്റെ ഫെയിലിയറിനെ എല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. നമ്മൾ കൃത്യമായിട്ടും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം. കാരണം കേരള യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. സ്റ്റാർട്ടപ്പുകൾ വളർത്തിക്കൊണ്ടുവരുന്നതിനെ ഇപ്പം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ അതിലെ പുതിയ ആശയങ്ങളിൽ എനിക്ക് തോന്നുന്നു സംസ്ഥാന തലത്തിൽ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നു ഒരു പിടി ആശയങ്ങളുടെ സ്റ്റാർട്ടപ്പുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ അവരുടെ ഒരു ആശയത്തിനെയും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയെയും നമ്മൾ സംശയിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് ഒരു പ്രസക്തിയില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് കേരളത്തിന്റെ വികസനത്തിലേക്ക് വഴിതെളിക്കുന്നത് എന്നുള്ളത് കേരളം ഒരു നോളജ് ഇക്കോണമിയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഒരു ആവശ്യമാണ് സാഹചര്യം. ഓക്കെ ശ്രീ സിദ്ദിഖ്, ഞാൻ ശ്രീ സിജോ കുരുവിള ജോർജിലേക്ക് വരികയാണ്. ശ്രീ സിജോ, താങ്കൾ സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ സ്ഥാപക CEO ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 2 വശവും 3 അതിഥികളും പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് കണ്ട അതിപ്പോൾ വേണ്ടത്ര പ്രതീക്ഷ താങ്കൾ അത് അർപ്പിക്കുന്നില്ലേ, അതോ വെറും നിരാശാജനകമാണോ ഇത്? നിരാശാജനകമല്ല തീർച്ചയായിട്ടും. ഞാനിപ്പോഴും വളരെയധികം പ്രതീക്ഷയോടും അതോടൊപ്പം ശുഭാപ്തി വിശ്വാസത്തോടും കൂടെ നോക്കിക്കാണുന്ന ഒരു സെക്ടർ തന്നെയാണ് സ്റ്റാർട്ടപ്പ് മേഖല.
അതിൽ ഇപ്പം നേരത്തെ സിദ്ദിഖ് പറഞ്ഞതുപോലെ ഒന്ന് നമുക്കതിൻ്റെ ചാലഞ്ചസ് എപ്പോഴും ഉണ്ട്, പക്ഷെ അതിൻ്റെ പോസിറ്റീവ് തലങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് മുന്നോട്ട് എങ്ങനെ പോകാൻ തീരുമാനിക്കാം. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ള കമ്പനികൾ തുടങ്ങാൻ പറ്റുന്നതും അത് വളരുന്ന രീതികൾ നമ്മൾ പരമ്പരാഗതമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ഒരു രീതിയെക്കാളും വളരെ വ്യത്യസ്തമാണ്. അപ്പം ആ ഒരു വ്യത്യാസം ഈ മേഖലയ്ക്ക് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനനുസരിച്ച് ഒരു സ്ട്രക്ചേർഡ് ആയ ഒരു ഡിസ്കഷൻ ഡിബേറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് മെയിൻ പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, ഇന്ന് നമുക്ക് ഈ പറയുന്ന ഗ്ലോബൽ എന്റർപ്രൈസ് നെറ്റ്വർക്കിന്റെ GSCR റിപ്പോർട്ടിൽ നമ്മുടെ പേരിടം നേടിയിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് അഫോർഡബിൾ ടാലന്റ് കാറ്റഗറിയിലാണ് നമ്മൾ ഒരുപക്ഷെ ഇന്നത് വന്നിരിക്കുന്നത്. നമുക്കിനിയും ഒരുപാട് അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സിൽ നമുക്ക് ഗ്രോ ചെയ്യാനുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് തുടക്കകാലം തൊട്ട് ഈ ഒരു സെക്ടർ വളരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരുന്നത് കാണുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഒരു 2010 10 വർഷം മുൻപ് 2012 സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ സംരംഭങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളവർ പോലും നമ്മളെ ഗവനിക്കാറില്ലായിരുന്നു. സ്റ്റാർട്ടപ്പ് വില്ലേജ് തുടങ്ങിയ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യേണ്ടി വന്നിരുന്നത്, നിങ്ങൾ എന്തിനാണിത് കൊച്ചി നടത്തുന്നത്, അവിടെ സംരംഭമെല്ലാം വരുമോ എന്നുള്ളതായിരുന്നു. ആ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ വളരെ ഗണ്യമായ മാറ്റമാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ബഹുദൂരം പോകാനുണ്ട്, പക്ഷെ വളരെ കാര്യമായ മാറ്റമാണ്. കേരളം ഇന്നൊരു സ്റ്റാർട്ടപ്പ് ഡെസ്റ്റിനേഷൻ ആണ്. ഒരുപാട് ആദ്യ കമ്പനി തുടങ്ങിയ ആളുകൾ അവർ രണ്ടാമത്തെ കമ്പനി തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൽ വന്ന് കമ്പനി തുടങ്ങുന്ന ഒരു പ്രവണത നമുക്ക് എടുത്തു പറയാവുന്നതുണ്ട്. കൊച്ചിയിലുള്ള സർവേ സ്പാരോ, അദ്ദേഹം ഫ്രഷ് ഡെസ്കിനെ ഫൗണ്ട് ടീമിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രവണതകൾ, പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും 5 വർഷം മുൻപ് 6 വർഷം മുന്നേ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ലായിരുന്നു. നേരത്തെ സിദ്ദിഖ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ ചെറിയ ചെറിയ പ്രോജക്റ്റായി തുടങ്ങിയ ആളുകൾ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2010 തൊട്ട് ചെറിയ ചെറിയ പ്രോജക്റ്റ് വർക്ക് ചെയ്ത് വന്ന പിള്ളേരും ഇന്ന് വന്ന ആൾക്കാരുമൊക്കെ ആഗോള തലത്തിലുള്ള വളരെ നല്ല ആളുകളിൽ നിന്ന് മൂലധനം ശേഖരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ചില സെക്ടറുകളിൽ നമുക്ക് നല്ല മേൽക്കോയ്മയുണ്ട്. കേരളത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ട് സ്റ്റാർട്ടപ്സ് മേഖല ഇത്രയും പ്രാധാന്യമറിയുന്നു എന്നത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, അതാണ് എൻ്റെ സെക്കൻഡ് പോയിന്റ്. നമ്മളൊരു നോളജ് എക്കോണമി ആയിട്ട് മാറാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ അവസരമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ കൊണ്ട്, നമ്മുടെ ജനറൽ പ്രോസ്പെറിറ്റി കൊണ്ട്. അപ്പം ഭൗതിക ശക്തി ഉപയോഗിച്ച്, മൂലധനത്തിന്റെ ബലത്തിൽ മാത്രമല്ല, ഭൗതിക ശക്തി ഉപയോഗിച്ച് ഗ്രോ ചെയ്ത് നമുക്ക് നല്ല IP ബേസ്ഡ് കമ്പനികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റാർട്ടപ്പ് മേഖല. ഞാൻ ഒരെണ്ണം എടുത്തു പറയുകയാണെങ്കിൽ ജെൻ റോബോട്ടിക്സ് ഒരു കമ്പനിയാണ് എടുത്തു പറയാവുന്ന ഒരു കാണാൻ പറ്റുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിള്. ജെൻ റോബോട്ടിക്സ് കമ്പനി MEC കുറ്റിപ്പുറത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേർ തുടങ്ങിയതാണ്. അവർ കുറേ നാൾ മുന്നേ സ്റ്റാർട്ടപ്പിൽ തുടങ്ങിയ കാലത്ത് ചെറിയ ചെറിയ പ്രോജക്റ്റ് നടന്നതായിരുന്നു. സബ്സിക്വൻ്റ്ലി അവരൊരു റോബോട്ടിക്സ് കമ്പനിയായി മാറുകയും കേരള ഗവൺമെൻറ് ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം വഴി ഇന്ത്യയിൽ തന്നെ മികച്ച ഫണ്ടിങ് തരുന്ന ഒരു VC ആയ യൂണിക്കോൺ വെഞ്ചേഴ്സിൽ നിന്ന് ഫണ്ടിങ്ങും അതോടൊപ്പം അതിൻ്റെ ഗൈഡൻസ് ലഭിച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഒരു 3 ദിവസം മുൻപ് എക്കണോമിക് ടൈംസിന്റെ സ്റ്റാർട്ടപ്പ് അവാർഡിൽ സോഷ്യൽ ഇന്നോവേഷൻ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച കമ്പനിയായിട്ട് അവരിന്ന് അംഗീകരിക്കപ്പെട്ടു. ആസ് എ കമ്പനി അവർക്ക് ഇനിയും ഗ്രോ ചെയ്യാനുണ്ട്. ഒരു 10-15 വർഷ കാലയളവിലാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ എടുത്തു പറയാവുന്ന ഒട്ടനവധി സക്സസ് സ്റ്റോറീസ് നമുക്ക് ഇന്ന് പറയാനുണ്ട്. 10 വർഷം മുന്നേ ഇതില്ല, ഒരു വിശ്വാസം മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെയൊക്കെ വരുന്നുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് എടുത്ത് പറയാവുന്ന. സിജോ, താങ്കളിലേക്ക് വീണ്ടും വരാം. ശ്രീ സിദ്ദിഖിന് മറുപടി കൊടുക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്.
വർത്തമാനകാലം തുടരുന്നു. ശ്രീ പി കൃഷ്ണകുമാർ, ഇവിടെ ശ്രീ സിദ്ദിഖ് പറഞ്ഞതനുസരിച്ച് ഈ മികച്ച സാക്ഷരതാ നൈപുണ്യമുള്ള ഒരു മനുഷ്യ വിഭവശേഷി സംരംഭക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ട്, അതിനിയും വളർന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എപ്പോഴും ഇത് പിറകോട്ടടിക്കുന്ന രീതിയിലാണോ താങ്കൾ പറഞ്ഞതെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ഞാൻ പുറകോട്ടടിക്കുന്ന രീതിയിലല്ല ഞാൻ സംസാരിച്ചത്. ഇവിടെ സ്റ്റാർട്ടപ്പുകൾ പാടില്ലെന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ ഇവിടെ തുടങ്ങിയാൽ നശിച്ചു പോകുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് സിദ്ദിഖ് മനസ്സിലാക്കിയതിൻ്റെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും. ഞാൻ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചതായിരിക്കും. പക്ഷേ ഏതോ ഒരു ഏജൻസിയുടെ ഒരു സ്റ്റഡിക്കകത്ത് ഏഷ്യയിൽ 20ാമത്തെ ലോകത്ത് 20ാമത്തെ റാങ്കും ഏഷ്യയിൽ 5ാമത്തെ റാങ്കും ഒക്കെ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഈ പെരുപ്പിച്ച കണക്കുകളാണ് ഇതൊക്കെ. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രഞ്ജിത്ത് ഉപയോഗിച്ച വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുതരം ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളെ കാണേണ്ടത്. ഇതൊക്കെ കുറേയൊക്കെ എക്സാജറേറ്റഡ് ഫിഗേഴ്സാണ്. കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രശ്നമുണ്ടെന്നും സ്റ്റാർട്ടപ്പുകൾ പലതും പരാജയപ്പെടുന്നുവെന്നും സിദ്ദിഖ് തന്നെ സമ്മതിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നുണ്ട്. നമുക്കിവിടെ ബുദ്ധിയുള്ള ആളുകളുണ്ട്, പിന്നെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, മാനവശേഷി വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോഴും തോന്നുന്നില്ല കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണെന്ന്. ഇപ്പം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഇതിനകത്ത് നടക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം ബൈജൂസ് ആപ്പ് അതൊരു വലിയ വിജയമായതിനെക്കുറിച്ച് പറഞ്ഞു. അത് കേരളത്തിൻ്റെ നേട്ടമല്ല, അത് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതല്ല, അത് കേരളത്തിൻ്റെ നേട്ടമല്ല. അത് പക്ഷേ കേരളത്തിൽ ബെപ്കോ ആപ്പ് അതല്ലാതെ ബെപ്കോ ആപ്പ് നേട്ടമായിരിക്കും, അതിൻ്റെ കഥകൾ നമുക്കറിയാം. അതല്ലാതെ കേരളത്തിൽ തന്നെ ഉണ്ടായി കേരളത്തിൽ വളർന്നു വന്ന സ്റ്റാർട്ടപ്പുകൾ കുറവാണ്. അതിന് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട്. ആ ഘടകങ്ങൾ എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ഈ വിദേശത്തുള്ള ഗ്ലോബൽ സ്റ്റാർട്ടപ്പുകളുടെ ഒരു റെപ്ലിക്കേഷനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് തനതായിട്ടുള്ള നമുക്ക് യോജിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ മാനവ വിഭവം, മനുഷ്യശേഷി വളരെ കൂടുതലാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ ചിന്ത മാറി ഈ റെപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റാർട്ടപ്സ് ഇൻ അതർ ഫോറിൻ കൺട്രീസ് എന്നുള്ളതിന് പകരം കുറെ കൂടി തനതായിട്ടുള്ള നമുക്കാവശ്യമുള്ള സ്റ്റാർട്ടപ്പുകൾ, ഇവിടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് പറ്റിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുക. പിന്നെ ഫണ്ടുകളുടെ അഭാവമുണ്ട്, പിന്നെ ശരിയായ ഫോക്കസ് ഇല്ല സ്റ്റാർട്ടപ്പുകൾക്കകത്ത്, ഫോക്കസിൻ്റെ കുറവുണ്ട്. പിന്നെ പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ, ഉൽപ്പാദനം തുടങ്ങുമ്പോൾ, അതിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ ഉപഭോക്താവിനെ വേണ്ട പോലെ കൺസിഡർ ചെയ്യുന്നില്ല. ഡിമാൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനല്ല ഉൽപ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ നേതൃത്വപരമായിട്ടുള്ള കഴിവിലുള്ള പോരായ്മകളുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്. പിന്നെ ഒട്ടും അഡാപ്റ്റീവ് അല്ല പല സ്റ്റാർട്ടപ്പുകളും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഒരു പരിധിവരെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. സ്റ്റാർട്ടപ്പുകൾ കൊടുക്കുന്നതിനകത്തൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ട്. അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ആ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ കൺട്രോൾ ചെയ്യേണ്ടതാണ്. എനിക്കറിയാവുന്ന ചില ആളുകൾ തന്നെ ആയിക്കോട്ടെ ഇന്റർവ്യൂവിന് പോയി, ഇന്റർവ്യൂ കഴിഞ്ഞ് ഫണ്ടിന് എലിജിബിൾ ആയതിനു ശേഷം ആണെന്ന് പറഞ്ഞതിന് ശേഷം ഫണ്ടും കിട്ടിയിട്ടില്ല, പിന്നെ കാര്യങ്ങളും അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുകയില്ല. ഇവിടെ പിന്നെ ആങ്കർ പറഞ്ഞതുപോലെ ഏത് സർക്കാർ വന്നാലും പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനൊക്കെ പറയും. ഞാൻ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിൽ നിന്ന് മാറി നിന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ വിജയമാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കണം. അടിസ്ഥാന പ്രശ്നങ്ങൾ പലതും ഇപ്പം ഞാൻ സൂചിപ്പിച്ചു. ഇതുപോലെ നമുക്കറിയാം. ഞാൻ ഇവാലുവേഷൻ്റെ കാര്യം പറഞ്ഞു, സ്റ്റാർട്ടപ്പ് മിഷൻ്റെ. ഇവിടെ സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നു. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ പറയുന്നതല്ലാതെ ഈ പരാജയമൊക്കെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? Why these startups are a failure? അതിനുവേണ്ടിയുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, അതിനകത്ത് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത് ഇതാണ്. വിദേശത്ത് ജോലിയും ബിസിനസ്സും ഒക്കെ ചെയ്ത് സമ്പാദിക്കുന്ന തുക സ്വന്തം നാട്ടിൽ മുടക്കുന്ന പല സംരംഭകർക്കും ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ കൂടിയാണ് ശ്രീ കൃഷ്ണകുമാർ അതിൻ്റെ അകത്ത് ധ്വനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പല ജാലകങ്ങളും തുറന്നു കൊടുത്തേ പറ്റുകയുള്ളൂ. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് പോലും ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഡെഫിനറ്റായിട്ട് ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് നാളെ ഒരു സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ 3000 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു. അതിൽ കഴിഞ്ഞ എനിക്ക് 8-10 വർഷമായിട്ട് നമ്മൾ ഇത് ചെയ്തെങ്കിലും
ഒന്നോ രണ്ടോ പേരെടുത്ത് പറയാൻ ഒക്കുന്ന, അതും ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോയിട്ടില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ അദ്ദേഹം പറയുണ്ടായി, ഒരു സ്റ്റാർട്ടപ്പിന് ഒരു റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയ ഒരു മേഖലയിൽ മാത്രമേ. അതെന്തുകൊണ്ട് നേരത്തെ കൃഷ്ണകുമാർ സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവിടെ നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ സമഗ്രമായിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു മെൻഷൻ ഉണ്ടായി കേരളത്തിൽ വന്നാൽ അവിടെ സാലറി കുറച്ച് കൊടുത്താൽ മതി, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആരും വരില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ല. ഇതൊരു ക്രിട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ ആ ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളെ കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ആക്ച്വൽ മാർക്കറ്റ് സിറ്റുവേഷൻ. ഞാനൊരു അക്കാഡമിഷ്യനല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ഡൊമെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങി ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ എക്കോ സിസ്റ്റം എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ബെറ്ററായി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ ഇന്ത്യ ആസ് എ ഡെസ്റ്റിനേഷൻ നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം നമ്പർ 3 ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു US ചൈനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ 2 3 ആണ്. അത് പക്ഷേ അത് കേരളം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വലിയ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാണ്, അല്ലെങ്കിൽ വലിയ ഇൻ്റലക്ച്വൽ ബാങ്കുള്ള ഒരു സ്ഥലമാണ്. വി ആർ മീഡിയോക്കർ എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. നമ്മുടെ ആ മീഡിയോക്രിറ്റി വെച്ചിട്ട് നമ്മൾ ആളുകളുടെ അടുത്ത് ഡെയിലി പറയണം നമ്മൾ ലിറ്ററസി 100% ആണ്, അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ബൗദ്ധികമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ഇത് വളരെ കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ ആളുകൾ കൂടുതൽ. റോങ്. അതല്ല അതിൻ്റെ കാര്യം. ഈ പറയുന്ന ആ ഇൻ്റലക്ച്വൽ ഫേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഇതാണ്. അവരെ നെർച്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നടക്കുന്നത് മുഴുവൻ ബ്രെയിൻ ഡ്രെയിൻ നടന്നിട്ടില്ലേ? ആ പറയുന്ന വളരെ വലിയ രീതിയിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊക്കുന്ന ആളുകൾ ഇവിടെ നിന്നിട്ടില്ല. എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കണം. ഇവിടുത്തെ ഫ്ലൈറ്റ്സ് വരുന്നത് മുതൽ നമുക്കറിയാം സ്റ്റാർട്ടപ്പുകളല്ലാതെ നിസാൻ പോലുള്ള കമ്പനികൾ ഇവിടെ വന്നിരുന്നു. ഈ നിസാൻ പോലുള്ള കമ്പനിയുടെ അതായത് നേരത്തെ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം നമ്മളാണ്, എനിക്ക് തോന്നുന്നു കേരളമാണ് ആദ്യമായിട്ട് ഒരു ടെക്നോ പാർക്ക് ഉണ്ടാക്കി ഒരു ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിജയരാഘവൻ സാറിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡായിട്ട് നമ്മൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇന്ന് ജമ്മു ആൻഡ് കാശ്മീർ ടെക്നോ പാർക്ക് വിൽ ബി മച്ച് ബെറ്റർ ദാൻ പോസിബിൾ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്. ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ പല ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന അല്ലാതെ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല. അവിടെ വരാനൊക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുമില്ല, കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഇല്ല. ജപ്പാനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട ഫ്ലൈറ്റ് ഫുൾ സർവീസ് ഫ്ലൈറ്റ് ഇല്ല. നിസാൻ പറഞ്ഞു ഞങ്ങൾക്ക് ബഡ്ജറ്റ് എയർലൈൻസിൽ വരാനൊക്കില്ല, അതുകൊണ്ട് നമ്മളിവിടെ ഇതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട തിരുവനന്തപുരം അത് കുട്ടി പറയേണ്ട കാര്യമാണല്ലേ, തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഒരു ഇമേജ് പോകുന്ന ഒരു കാര്യം കൂടി ഡെഫിനറ്റ് ആയിട്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ CET ആയിരുന്നു ആദ്യം ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് നേരത്തെ ഇവിടെ പറയുണ്ടായി. അപ്പോൾ ആ തിരുവനന്തപുരത്തിന് ഇന്ന് ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിനുള്ള ഒരു എൻവറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ടെക്നോ പാർക്ക്. പക്ഷേ എന്നാലും തിരുവനന്തപുരത്തിന് കിട്ടിയില്ല. ആയിക്കോട്ടെ, കൊച്ചിയിലായിക്കോട്ടെ, കൊച്ചി കേരളത്തിൻ്റെ ഒരു മിഡിൽ ഓഫ് ദ സ്റ്റേറ്റ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി പോകാൻ പോലും നമുക്കൊരു ഈസ് ഓഫ് ട്രാവൽ ഇല്ല. അപ്പം ഇത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് വളരണം, വലുതാകണം. അതിനൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ചർച്ച മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു പൊളിറ്റിക്കലായിട്ട് കാണേണ്ട കാര്യമില്ല. ഇതൊരു പൊളിറ്റിക്കലായിട്ടൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണേണ്ട കാര്യമില്ല. നമ്മൾ സെൽഫ് അനാലിസിസ് ആണ്. ആ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഇവിടെ വളരണമെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകണം. ഈ പവർഫുൾ ആയിട്ടുള്ള ഐഡിയ വളരെ വ്യക്തമാണ്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്തിന് പരക്കെ അവഗണന ഉണ്ടാകുന്നത് കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വന്നിരിക്കുകയാണ്. ശ്രീ സിദ്ദിഖ് റാബിയത്ത്, ഇവിടെ അനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടിയാണ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടവരെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്തിൻ്റെ അതുപോലുള്ള മറ്റു ചില സൗകര്യങ്ങൾ പോലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇതിലുണ്ടാകുന്ന അപാകം തന്നെയല്ലേ?
ആക്ച്വലി വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് പോകേണ്ട ഒരു സാധനമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഇതിൽ ആദ്യം തന്നെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ എനിക്ക് ആദ്യമേ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയും. പക്ഷെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ എനിക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഇതൊരു അക്കാഡമിക് ചർച്ചയായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതില് ഞാൻ പറയുന്നത് സ്റ്റാർട്ടപ്പിനെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത് നമുക്ക് പഴയ കാഴ്ച വെച്ചാണെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെയാണ് അതൊരു ഐഡിയ ഇൻക്യുബേഷൻ സെന്റർ കൂടിയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഐഡിയ ഇൻക്യുബേറ്റ് ചെയ്യുക, അതിന് വളരാനുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, ആ എഫേർട്ട് എന്ന് പറയുന്നത് റീസെന്റ് ആണ്. വളരെ കുറച്ചു കാലം മാത്രം ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് വളർന്നു വരുന്നത്. ശ്രീ സിദ്ദിഖ്, ഇവിടെ ശ്രീ കൃഷ്ണകുമാർ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ കൃഷ്ണകുമാർ ഒന്ന് ഇടപെടുന്നു. അല്ല, ഒരു ചെറിയ സംശയം. സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള പുതിയ കോൺസെപ്റ്റും പഴയ കോൺസെപ്റ്റും അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്കത് അറിഞ്ഞൂല, മനസ്സിലാക്കാൻ വേണ്ടി. അല്ല, പുതിയ കോൺസെപ്റ്റ് അല്ല, നമ്മൾ മനസ്സിലാക്കിയതിൽ പാളിച്ച ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കൃഷ്ണകുമാർ സാർ പറഞ്ഞതിലും പാളിച്ച ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രശ്നം എന്താ, ഈ ഐഡിയ ഇൻക്യുബേഷൻ സെന്റർ ആണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഒരു ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. അപ്പൊ ഐഡിയയെ നമ്മൾ നർച്ചർ ഫെയിലിയർ ഇസ് ദെയർ. കാരണം ഇത് മോക്ക് ചെയ്യാനൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെറുതെ ഇപ്പൊ പൊളിറ്റിക്കൽ അല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് സംസാരിച്ചും പൊളിറ്റിക്കൽ ടോണിലാണ്. പക്ഷെ ഐ ഡോണ്ട് വോണ്ട് ടു ആക്ച്വലി ഡ്രാഗ് എനി ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ആൻ ആർഗ്യുമെന്റ്. എനിക്ക് അങ്ങനെ ഒരു ചർച്ചയിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്റെ സ്റ്റാൻഡിങ് ഞാൻ ആദ്യം ക്ലിയർ ചെയ്ത് എനിക്കൊരു പൊളിറ്റിക്കൽ ചർച്ചയിൽ താല്പര്യമില്ല. രണ്ടാമത്, ഈ ഐഡിയ ഇൻക്യുബേഷൻ ആണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം ഈ സ്റ്റാർട്ടപ്പിൽ. അതിൽ കുട്ടികളെ നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കേരള സർവകലാശാലയിൽ ഞങ്ങൾ കുട്ടികളുടെ പുതിയ ആശയങ്ങളെ വികസിപ്പിക്കാനും അത് നർച്ചർ ചെയ്യാനും വേണ്ടിയുള്ള സാധനങ്ങളിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു നിലപാട്. അപ്പൊ അത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഇപ്പൊ അതിനു വേണ്ട ഒരു എക്കോ സിസ്റ്റം സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ കണ്ണടച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ സ്മോൾ സ്കെയിൽ സെക്ടറിനെ വികസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് അങ്ങനെ ഒരു എൻവയൺമെന്റ് ഇല്ല. പക്ഷെ കേരളം 2019 അതിനൊരു ആക്ട് കൊണ്ടുവന്നു. അതിന്റെ ഡെവലപ്മെന്റ് അത് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് നടത്തണമെന്നുള്ളതാണ്. അതിനുവേണ്ട എഫേർട്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ എഫേർട്ട് എടുക്കുമ്പോൾ അത് എടുത്തില്ല എന്ന് നമ്മൾ പറയുന്നതിനോട് അർത്ഥമില്ല. അത്തരം ചർച്ചയിലേക്ക് പോകുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അതിന്റെ ഭാഗമായിട്ട് കേരളത്തില് സ്റ്റാർട്ടപ്പിന് വേണ്ട സഹായങ്ങൾ സർക്കാർ തലത്തിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് തന്നെയാണ് ഗവൺമെന്റ് ഈ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ പോസിറ്റീവ് കാണേണ്ടത്. പിന്നെ ഇപ്പോ നിങ്ങൾ റിസൾട്ട് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് ഓൺലി ഇൻ എ നേസന്റ് സ്റ്റേജ്. അപ്പൊ അതിങ്ങനെ വളർന്നു വരുന്നതിന്റെ പശ്ചാത്തലമായിട്ടാണ് ഈ റാങ്കിങ്ങിൽ പോലും വരുന്നത്. റാങ്കിങ് പറഞ്ഞില്ല കേരളം മൊത്തത്തിൽ അങ്ങ് അച്ചീവ് ചെയ്തുകൊണ്ട് വി ആർ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ചർച്ചയെ നമ്മൾ സ്കട്ടിൽ ചെയ്യുന്ന തരത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക്. ഓക്കെ ശ്രീ സിദ്ദിഖ് റാബിയത്ത്. ശ്രീ സിജോ കുരുവിള, ഇവിടെ ഡോക്ടർ തോമസ് ഐസക്കിന്റെ അവസാന ബജറ്റിൽ പറഞ്ഞിരുന്നത് 20,000 പേർക്ക് തൊഴിൽ നൽകുന്ന 2,500 സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക പ്രോത്സാഹനവും പറഞ്ഞിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ മികവായിട്ട് വന്നിട്ടുണ്ടോ? സോ ആ ഒരു അനൗൺസ്മെന്റിനെ കുറിച്ചോ സ്കീമിനെ കുറിച്ചോ സമഗ്രമായി നടന്നിട്ടുണ്ടെന്ന് പറയാനുള്ള പഠനം ഞാൻ നടത്തിയിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ എനിക്ക് പറയാവുന്ന കാര്യം, പല സ്കീമുകൾ വഴി ബെനിഫിറ്റ് നേടിയിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്സ് എനിക്കറിയാം. അതിലൊരു എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞത്. ഇനി എക്സാമ്പിൾസ് പറയാവുന്നതാണ്. പക്ഷെ ഇതിൽ ഞാനൊന്ന് ഡിസ്കഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് മേഖലയിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ഇക്കോസിസ്റ്റം എന്ന് പറയാൻ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ വളർച്ചയ്ക്ക് ശരിക്കും നേതൃത്വം നൽകേണ്ടത് പ്രൈവറ്റ് സെക്ടർ തന്നെയാണ്. അപ്പൊ ഗവൺമെന്റ് ഒരു റോൾ എന്ന് പറയുന്നത് അതിന്റെ സൂത്രധാരനാവുന്ന റോളല്ല ശരിക്കും ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളത്. അത്തരത്തിൽ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നല്ലത്, ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ആണെങ്കിലും വളരെയധികം ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നൊരു ഊന്നൽ നൽകുന്നത് പ്രോബ്ലം നല്ല ഫ്രെയിം ആയിരിക്കില്ല. ഞാനിപ്പോൾ അവസരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് ഒരു കോവിഡ് കാലം വരുന്ന ഒരു സാഹചര്യത്തിൽ ടെക്നോളജി അധിഷ്ഠിതമായ പ്രോഡക്റ്റുകൾക്കും സർവീസുകൾക്കും സൊസൈറ്റിയിലോ ലോകത്തിലോ ഉള്ള ആവശ്യകത വളരെയധികം കൂടിയിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഈ ഒരു മേഖലയിലോട്ട്, അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ ഒരു മേഖലയിലോട്ട് ഇത്രയധികം മൂലധനം മാറുന്നതിന്റെ ആ സൂചിക ശരിക്കും ഇതിന്റെ ഒരു സിഗ്നലാണ്. റൈറ്റ്? അപ്പൊ ആ രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ല അസുലഭമായ ഒരു അവസരമാണ്.
കേരളത്തിന്റെ പല ചാലഞ്ച് പണ്ട് നമ്മൾ ഫിസിക്കലി ട്രാവൽ ചെയ്താൽ മാത്രമേ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒരു മാനദണ്ഡമല്ല. ഒന്ന് IT മേഖല അത് കൂടുതൽ അത് സുതാര്യമാക്കി. രണ്ട്, ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ കോവിഡ് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചെങ്കിലും കോവിഡ് കാരണം വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് പ്രവണത എന്ന് പറയുന്നത് ഇന്ന് ടീമുകൾ പോലും ഡിജിറ്റൽ ടെക്നോളജി ടീമുകൾ പോലും വളരെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ടെക്കി അല്ലെങ്കിൽ ആരാണെങ്കിലും ലോകത്തിലെ ഏത് ഭാഗത്തുള്ള ഒരു നിക്ഷേപകനായിട്ടോ ഉപഭോക്താവായിട്ടോ കമ്മ്യൂണിക്കേറ്റുള്ള അവസരമാണ് ഈ സ്റ്റാർട്ടപ്പ് മേഖല നമുക്ക് കൊണ്ടുതരുന്നത്. ഈ മൂലധനത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും സർക്കാർ സ്കീമുകളുണ്ട്. പക്ഷേ ഏത് ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാലും പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരുന്ന മൂലധനത്തിന്റെ ഒരു ശതമാനം മാത്രമായ ഏതൊരു സെക്ടറിലും സ്റ്റാർട്ടപ്പ് മൂലധനം വരുള്ളൂ. നമ്മുടെ നാട്ടിലെ യുവാക്കൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, സർക്കാർ ചില സ്കീമുകളുണ്ട് തുടങ്ങുവാൻ വേണ്ടി. പക്ഷേ കുറച്ച് നല്ല ഫണ്ട് റേസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മാർഗനിർദ്ദേശം സർക്കാരിന് അപ്രോച്ച് ചെയ്യാനല്ല. ഏഞ്ചലിൽ സ്ലെച്ച് വെഞ്ചർ തുടങ്ങിയ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇന്നും 40 തൊട്ട് 50 കമ്പനികൾ പ്രതിമാസം ഈ എല്ലാ പ്ലാറ്റ്ഫോമിലും ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് നേടുന്നുണ്ട്. 2.5 കോടി തൊട്ട് 4.5 കോടി വരെ, റൈറ്റ്? ഇതുവഴി ഈ ഒരു ഇൻഫർമേഷൻ നോളജും അതിന്റെ സപ്പോർട്ടും വഴി മൂലധനം നേടിയെടുത്ത് ഈ ഏഞ്ചൽ പ്ലാറ്റ്ഫോമിൽ മൂലധനം നേടിയ കേരളത്തിൽ തന്നെ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഫാമേഴ്സ് FC പ്രദീപ് അതിന്റെ ഉദാഹരണമാണ്. ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്കിൽ നിന്നാണ് അദ്ദേഹത്തിന് ഫണ്ടിങ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ കുറെ ഏഞ്ചൽസ് ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അവർ തുടങ്ങിയിരുന്നത്. നേരത്തെ ബൈജുവിന്റെ കാര്യം പറഞ്ഞു. ബൈജുവിന്റെ ഒരു ബാച്ച്മേറ്റ്, അദ്ദേഹം ഇന്ന് ബാംഗ്ലൂരാണ്, പക്ഷെ ബൈജുവിന്റെ ഒരു ബാച്ച്മേറ്റ് അഫ്സൽ, പുള്ളി 2ാമത് കമ്പനി തുടങ്ങിയപ്പോൾ ബെസ്റ്റോക്ക് എന്നാണ് കമ്പനിയുടെ പേര്, അത് കൊച്ചിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നിക്ഷേപകനും ബാക്കറായി വന്നിരിക്കുന്ന ബൈജു ആണ്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എടുത്ത് പറയാവുന്നത് ആ ഒരു റിപ്പോർട്ടിൽ ഒരു ഇതിൽ നമ്മൾ ഇത്രയും ഊന്നൽ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഡേറ്റാ പോയിന്റ് ആണ്. നമുക്ക് ചെറിയൊരു അക്നോളജ്മെന്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങാം. പക്ഷേ നേരത്തെ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഒരുപാട് മേഖലയിൽ നമുക്ക് പുരോഗമിക്കാനുണ്ട്. പക്ഷെ ഇതിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നമുക്ക് എങ്ങനെ നേട്ടം കൊയ്യാൻ സാധിക്കും കേരളത്തിന്, നമ്മുടെ അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് ഈ രീതിയിലൊരു ചിന്തയിലാണ് എന്നും ഞങ്ങളെപ്പോൾ ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിൽ സർക്കാരിന് കിട്ടുന്ന സഹായം എത്രയാൾ നമ്മൾ നേടിയെടുക്കും, ഇല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറായിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് പോകും. ഈ ഒരു സമീപനത്തിലാണ് ആ ഒരു മേഖല തന്നെ എപ്പോഴും പോകുന്നത്. ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ആർക്കും ഫോർജ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഒരുപാട് ആൾക്കാർ പാർട്ട്നേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ഇതാണ്. അതിൽ ചില കാര്യങ്ങൾ എനേബിൾ ചെയ്യാൻ ഒരുപക്ഷെ സർക്കാരിന് പറ്റുമായിരിക്കാം. പക്ഷെ സർക്കാർ ഊന്നിയുള്ള ഒരു വികസന പദ്ധതി ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് വളരെ നല്ല ഉചിതമായിരിക്കില്ല എന്ന് ഞാൻ ഒന്ന് ശ്രദ്ധയപ്പെടുത്തുന്നു. ഓക്കെ, ശ്രീ സിജോ, വളരെ വ്യക്തമാണ്. ഒരു ചെറിയ ഇടവേള. വർത്തമാനകാലം തുടരുന്നു. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ശ്രീ സിജോ കുരുവിള പറഞ്ഞതിന് അനുബന്ധമായി എന്തോ പറയാൻ നിൽക്കുകയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ശ്രീ സിജോ പറഞ്ഞതൊരു 100% കറക്റ്റാണ്. ഗവൺമെൻറ് ഒരു എനേബിളർ ആകണം. അതിൻ്റെ ഒരു ഡ്രൈവർ ആകേണ്ടത് ഡെഫിനറ്റായിട്ട് പ്രൈവറ്റ് സെക്ടർ തന്നെയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ്വർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാപകമായിട്ട് ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഏഞ്ചൽസ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ട്, അത് കഴിഞ്ഞ് IPO ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പ്രോഗ്രസീവായിട്ട് പറയുന്ന സാധനം. അപ്പോൾ ഈ ഏഞ്ചലാണ് ആദ്യം നമുക്കൊരു മാലാഖയെ പോലെ കൊണ്ടുവന്ന് പണം തരുന്നത്. അപ്പോൾ അവർ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമ്മളൊരു സഹായിക്കാൻ വേണ്ടി തരുന്നതാണ്. ആ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ആകർഷിച്ച് കാരണം ഒരു കൺവെൻഷനലായിട്ട് കേരളം ഈ പറയുന്ന ഒരു വ്യാവസായിക ഒരു സൗഹൃദ സ്റ്റേറ്റ് അല്ല എന്നൊരു തോന്നൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിലല്ലേ ഇപ്പൊ കുറച്ച് മാറ്റം ഉണ്ടായിട്ടില്ലേ? അല്ല, ആ ഒരു തലത്തിലൊക്കെ നമ്മൾ പോയാൽ വീണ്ടും പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു എന്നൊക്കെ നമുക്ക് അക്വസിഷൻ വരും. അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയ അല്ല. പക്ഷെ ഞാൻ ലെറ്റസ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സിജോ എനിക്ക് അദ്ദേഹം അതിൻ്റെ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. അദ്ദേഹം വളരെ കറക്റ്റാണ്. അതായത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ട് ഐഡിയ കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ്.
അവർക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമല്ല. അവർക്ക് വേണ്ടത് അവർ കൊണ്ടുവന്ന ഒരു പ്രപ്പോസലിനെ ഒരു നെക്സ്റ്റ് ലെവലിൽ എത്തിക്കാനായിട്ടുള്ള, നേരത്തെ ഞാൻ ശ്രീ സിദ്ദിഖ് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. ഇതൊരു ഐഡിയേറ്റിംഗ് സാധനമല്ല. ഈ പവർഫുൾ ഐഡിയ ആയിക്കഴിഞ്ഞ് വരുന്നതാണ് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലോട്ട് എത്തിക്കഴിഞ്ഞു, ഐഡിയേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നത്. അല്ലാതെ അതൊരു റിസർച്ചോ അല്ലെങ്കിൽ ഒരു ലാബിൽ ടിങ്കർ ചെയ്യുന്ന ഒരു സാധനം അല്ല. അതെല്ലാം കഴിഞ്ഞ് ഇത് കമേഴ്ഷ്യലായിട്ട് ഇത് പ്രൊഡക്ഷനിലോട്ട് വരാനായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അതൊരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് സീക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ പറയുന്ന ഗവൺമെൻറ് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു നാച്ചുറലായിട്ടൊരു എക്കോസിസ്റ്റം ഇല്ല. അപ്പോൾ ഈ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഫാൾ ഇൻ പ്ലേസ് ആകും എന്നുള്ളതാണെങ്കിൽ പോലും അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ഈ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനോ കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനോ KSIDCയും KFC ഒക്കെ പോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഇനീഷ്യേറ്റീവ് വരേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു റിസ്ക് അവേഴ്സാണ് നമ്മുടെ ഈ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ബേസിക്കലി ഇവരാരും ഒരു ഫൈനാൻസ്, ഇങ്ങനെ ഒരു റിസ്ക് ഫൈനാൻസ് ചെയ്ത് അങ്ങനെ ഒരു റിസ്ക് ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകളല്ല ഇതിൻ്റെ ഉദ്യോഗസ്ഥർ. ഇവർ ഒരു സാധാരണ ഫൈനാൻസ് ഇതിൽ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു ലെവലിൽ ഫൈനാൻസ് ചെയ്യാനൊക്കില്ല. അപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് വെളിയിൽ നിന്നുള്ള ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ്, നമുക്ക് വാസ്തവം പ്രവാസികൾ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ബാങ്ക് ഡെപ്പോസിറ്റ്സ് തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടായിട്ടുള്ള എമൗണ്ട് ഏതാണ്ട് 1,00,000 കോടിയോ മറ്റോ NRI ഡെപ്പോസിറ്റ് തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗം വാസ്തവം പറഞ്ഞാൽ ഒരു ഈ പറയുന്ന ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് നെറ്റ്വർക്ക് ആക്കി ഉണ്ടാക്കിയെടുത്താൽ പോലും മതി കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും. മേ ബി അടുത്ത 5-6 വർഷത്തിനകത്ത് ഒരു 3-4 യൂണിക്കോൺസിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കും. പക്ഷേ അതിന് നമ്മൾ ഈ പറയുന്ന പോലെ പണ്ട് നമ്മൾ വലിയ ടെക്നോളജി അല്ലെങ്കിൽ നമുക്ക് വലിയ കോളേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനകത്ത് ഇതെന്ന് പറയുന്ന ഒരു രീതി മാറണം. ഇതിനകത്തൊരു ഡിസ്റപ്ഷൻ വരണം. ഈ തോട്ട് പ്രോസസ്സിലൊരു ഡിസ്റപ്ഷൻ ഉണ്ടാകണം. ആ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനിലൊരു ഡിസ്റപ്ഷൻ ഉണ്ടാകണം. ഡിസ്റപ്ഷനാണ് ഇന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നത്. ഈ ഡിജിറ്റൽ ഡിസ്റപ്ഷൻ ഉണ്ടായി, ഫുഡ് ഡെലിവറി ഡിസ്റപ്ഷൻ ഉണ്ടായി, വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഡിസ്റപ്ഷൻ ഉണ്ടായി. ഇതിനെല്ലാം പറയുന്ന രീതിയിൽ നമുക്കറിയാം, ചേർത്തലയിലെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള അവാർഡ് വാങ്ങിച്ചത്. ഏതാണ്ട് 1 കോടി രൂപയുടെ ഒരു അവാർഡ് വാങ്ങിച്ചിരിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്തായി? നമ്മൾ അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് അതിനെ മാർക്കറ്റിങ്ങിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റിയോ? ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തോ? ഈ കാര്യങ്ങളെ പറ്റി നമുക്കറിയില്ല. അപ്പോൾ ഇതൊരു ഫണ്ടിങ് മാത്രമല്ല ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റിനെ നമ്മൾ ഒരു മാർക്കറ്റിൽ എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ കൃഷ്ണകുമാർ, അങ്ങനെ ഈ കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിലെ 4.3 കോടി അമേരിക്കൻ ഡോളർ മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഉണ്ടാക്കാനായി പ്രാരംഭ നിക്ഷേപമായി $46 ലക്ഷം ലഭിച്ചു എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത്. അതെ, ആ ലേഖനത്തിൽ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന ആ റിപ്പോർട്ടിനകത്ത് സാറ് പറഞ്ഞ കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ എനിക്ക് ഇപ്പം രഞ്ജിത്ത് പറഞ്ഞതിനോടൊപ്പം 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ എന്നുള്ള സ്റ്റൈലിലല്ല. ഞാൻ സിദ്ദിഖിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ് സിദ്ദിഖിനോട്, ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. ഈ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടും അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റർ സിജോ അവസാനം പറഞ്ഞതുപോലെ ആ റിപ്പോർട്ടിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ചർച്ചയുടെ മാനങ്ങൾ വയ്ക്കുന്നത്, ഈ രീതിയിൽ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നുണ്ട്, പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ സിജോ പറഞ്ഞു, രഞ്ജിത്ത് കാർത്തികയെ സപ്പോർട്ട് ചെയ്ത ആ കാര്യം തന്നെ ഞാൻ പറയുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് ഇതിനകത്ത് വലിയ പങ്ക് വഹിക്കാനുണ്ട്, സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് വലിയ പങ്ക് വഹിക്കാനുണ്ട്. പക്ഷേ സ്വകാര്യ മേഖലയെ കൊണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഇപ്പോഴും നമ്മൾ കുറേ പുറകോട്ടാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പുകൾ വേണം, സ്റ്റാർട്ടപ്പുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ചും ബൗദ്ധികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ അത് ആവശ്യമാണ്. ഞാൻ ഒരു 4-5 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ഈ സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയ ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പോരാധീനതകൾ, ഇത് ഫോക്കസ് ഇല്ല, കൺസ്യൂമർ ഓറിയൻറ്റഡ് എല്ലാ പ്രവർത്തനങ്ങൾ, അഡാപ്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വച്ചുകൊണ്ട് പോരായ്മകൾ പരിഹരിച്ച് സ്റ്റാർട്ടപ്പുകൾ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്. രണ്ടാമത്,
ഇത് ഒരു സർക്കാരിൻ്റെ കാലത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തോ ഒക്കെയുള്ള നേട്ടകോട്ടങ്ങളെ കുറിച്ചല്ല പറയുന്നത്. കഴിഞ്ഞ സർക്കാരുകൾ സ്റ്റാർട്ടപ്പുകളെല്ലാം വിജയിച്ചു, ഈ സർക്കാർ പരാജയപ്പെട്ടു എന്നല്ല പറയുന്നത്. പക്ഷേ അടിസ്ഥാനമായിട്ട് സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെടുന്നുണ്ട്. പരാജയപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് അടിസ്ഥാനമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിൽ നമ്മൾ ഇപ്പോഴും വിജയിച്ചിട്ടില്ല. ഒരു ശരിയായ ഇവാലുവേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, അതെങ്ങനെ ഓവർകം ചെയ്യാം, ഏത് രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകളാണ് ഉപഭോക്താവിന് ആവശ്യം, എന്താണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അവബോധം കേരളീയനും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശ്രീ സിദ്ദിഖ്, ഇവിടെ നേരത്തെ ശ്രീ സിജോ സൂചിപ്പിച്ചതനുസരിച്ച് സർക്കാരിൻ്റെ സഹായം കിട്ടുന്ന സമയം വരെ കിട്ടട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പ്രൈവറ്റായിട്ട് പോവുക, അത് അങ്ങനെ വരുമ്പോൾ അത് വേറൊരു തലത്തിലേക്കല്ലേ കാര്യങ്ങൾ മാറുക? ഇല്ല, സ്റ്റാർട്ടപ്പിന്റെ ഒരു പൊതു സ്വഭാവം തന്നെ അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഗവൺമെന്റ് അതിൽ ഒരു ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ റോൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവര് ഇപ്പോഴാണ് ചർച്ചയിലേക്ക് നമ്മൾ വന്നത്. ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നതാണ്. ഇപ്പം സിജോ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ കൃഷ്ണകുമാർ സർ പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തുടക്കത്തിലേ ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഇന്റർവെൻഷൻ നടത്തിയത്. അങ്ങനെയല്ല നമ്മുടെ ചർച്ച പോവേണ്ടതെന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇവർക്കൊന്നും എതിരല്ല. നമ്മൾ ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് എങ്ങനെ കേരളത്തിന് ഗുണപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം ചർച്ച എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര ശ്ലാഘനീയമായിട്ടുള്ള ചർച്ച അല്ല എന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ നേരത്തെ പറഞ്ഞത് പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഏതൊരു എക്കോണമിന്റെയും വികസനത്തിന് സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയോ, ചില സ്ഥലത്ത് ഇന്റർവെൻഷൻ വേണ്ട സ്ഥലത്ത് സർക്കാർ ഇന്റർവെൻഷൻ ചെയ്യുകയോ, നെസസറി ആയിട്ടുള്ള സ്ഥലത്ത് ഇന്റർവെൻഷൻ ചെയ്യുകയോ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത നമ്മുടെ ദൈനംദിന പ്രവർത്തനം, ഞാൻ ഇക്കണോമിക്സ് അധ്യാപകനാണ്, ദൈനംദിന പ്രവർത്തനങ്ങളിലെ ബഹുഭൂരിപക്ഷം ആക്ടിവിറ്റി നടക്കുന്നത് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്സും ഉണ്ടാണ്. അതിലൊന്നും ഒരു തർക്കവും ഇല്ല, അതിനൊന്നും ഒരു എതിരുമല്ല നമ്മൾ. അപ്പൊ അതിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ഇതിന് നിയമങ്ങൾ വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലപ്പോഴും നമ്മളെ നിയമങ്ങൾ വേണം. അപ്പൊ നിയമങ്ങൾ കുറച്ചുകൂടി ഈസി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ റെഡ് ടേപ്പിസം ഉണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നമ്മൾ നേരെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഒരുപാട് തരത്തിലുള്ള നെപ്പോട്ടിസം വരുന്നു എന്നുള്ള അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചും കൂടി ട്രാൻസ്പാരന്റ് ആയി, കുറച്ചും കൂടി ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയി, ഇപ്പൊ ഇവിടുത്തെ ഐഡിയ ഫ്രണ്ട്ലി ആയി പ്രോഡക്റ്റ് ആക്കാൻ ഉള്ള ഒരു സാഹചര്യം നിർമ്മിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ഇത് അറ്റ് എൻ നാസെന്റ് സ്റ്റേജ് എന്നുള്ള വളരെ തുടക്കത്തിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോഴും വലിയ ഒരു തലത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ഈ തുടക്കം എന്ന് പറയുന്നത് ശുഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു തുടക്കമാണ് എന്ന് നമ്മൾ അക്നോളജ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് കേരളത്തിന്റെ വികസനത്തിന്റെ മൊത്തം ഒരു ഇതിലേക്ക് ഇവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതുവരെ കേരളത്തിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ദുഷ്പേര് അല്ലെങ്കിൽ ചീത്തപ്പേര് എന്ന് പറയുന്നത് മാറ്റാനും അത് വഴി നമുക്ക് പുതിയ വികസനത്തിന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നോളജ് എക്കോണമി അല്ലെങ്കിൽ കേരളം ഒരു ഡ്രൈവറായി മാറുന്ന, ഐഡിയകളുടെയും ഐഡിയ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു ഡ്രൈവറായി മാറാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം, ഒരു എൻവയൺമെന്റ്, എക്കോസിസ്റ്റം എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അത് ക്രിയേറ്റ് ചെയ്യാൻ സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ സർക്കാരിന്റെ റോള് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ആശയങ്ങളുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. അവർ വരുമ്പോൾ അവരെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ വേണം നമ്മൾ പോകുന്ന ചർച്ചകൾ അങ്ങനെ ആകട്ടെ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഇപ്പോഴും നമ്മളെല്ലാം അച്ചീവ് ചെയ്തെന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല. നമ്മൾ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന ആശയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതാണ്. നമ്മളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. വികസന പരിപ്രേക്ഷ്യത്തിന്റെ ഭാഗമാണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് പോട്ടെ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞാൻ എന്റെ ചർച്ച പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശ്രീ സിജോ കുരുവിള, ഈ വേറൊരു സംശയം ചോദിക്കുകയാണ്. ഈ പല സ്റ്റാർട്ടപ്പുകളും ഈ IT മേഖലയിൽ മാത്രം ഒതുങ്ങി പോവുകയാണോ ചെയ്യുന്നത്? ആക്ച്വലി അല്ല. ഈ IT മേഖല ഇപ്പോൾ ഞാൻ അതിനൊന്ന് റീഫ്രെയിം ചെയ്യുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ ഒരു IT-യുടെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ ഇന്ന് ഒരു ബിസിനസ്സിന് പോലും സത്യം പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത് സാധ്യമല്ല എന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ ഒരു ചെറിയ ഒരു സ്റ്റോറിൽ പോയാൽ പോലും ഒരു UPI അല്ലെങ്കിൽ മൊബൈൽ എനേബിൾ പേയ്മെന്റ് ആണ് അവിടുത്തെ
റിയാലിറ്റി എന്ന് പറയുന്നത്. ചെറിയ തുണിക്കടകളാണെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയാണ് വരുന്നത്. അപ്പം IT മേഖലയ്ക്ക് അല്ലെങ്കിൽ IT ടെക്നോളജികൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള റോള് വളരെ ഹൈ ആയതുകൊണ്ടാണ് ഇതിലൊരു റിയാലിറ്റി വരുന്നത്. രണ്ടാമത് വ്യത്യാസം എന്ന് പറയുന്നത് ബാക്കി മേഖലകളിൽ ഉണ്ട്. ഇപ്പൊ ഏതർ എനർജി എന്ന് പറയുന്നതും ഇന്ത്യയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ ബൈക്സ് അവരും ഓരോയൊക്കെയാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നത്, അവരൊന്നുമല്ല. പക്ഷെ അത്തരത്തിലുള്ള കുറെ കൂടെ കോർടെക്, ഡീപ് ടെക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വേണ്ട എക്സ്പേർട്ടീസും സ്കില്ലും ഉണ്ട്. പക്ഷെ അതിൽ കുറെ കൂടെ മൂലധനം എടുക്കേണ്ട ആവശ്യം കുറെ കൂടെ ഹൈ ആണ്. അപ്പൊ കൂടുതൽ ഇപ്പം ഏതറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഫൗണ്ടറായ സച്ചിൻ 100-150 കോടി കൊടുത്ത് ഒരു വളരെ ഓഫീസായി ബെറ്റ് ബാക്ക് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഏതും ചെയ്യാവുന്നത്. അപ്പം അത് നേരത്തെ നമ്മുടെ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞ പോലെയാണ്. അതായത് അത്തരത്തിലുള്ള അഗ്രസീവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിസ്ക് അപ്പറ്റായിട്ടുള്ള ബെറ്റ് എടുക്കുന്നത് പ്രൈവറ്റ് സെക്ടർ ആയിരിക്കണം, റൈറ്റ്? അപ്പം ആ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം, ഇപ്പം ഞാൻ എലോൺ മസ്ക് അതിലെ ടെസ്റ്റയുടെ കാര്യം പറയുകയാണെങ്കിലും അവരുടെ ആദ്യത്തെ കമ്പനി പേപാൽ ആയിരുന്നു. ആ സക്സസിന് ശേഷം കൂടുതൽ മൂലധനവും കൂടുതൽ ആൾക്കാരെയും സ്വരൂപിക്കാനുള്ള ഒരു സാഹചര്യം വന്ന സാഹചര്യത്തിൽ അതിലും ഓഡേഷ്യസ് ആയ ഒരു ബെറ്റ് പുള്ളി എടുത്തു തുടങ്ങി. ഇന്ത്യൻ സ്പേസ് ടെക്നോളജി വരെ ചെയ്യുന്നു. ഗവൺമെന്റ് ഉള്ള മേഖലയിൽ പോലും, ഗവൺമെന്റ് പോലും പോകാത്ത മേഖലയിൽ പോലും പുള്ളി അംബീഷ്യസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു മേഖലയിൽ മാത്രമല്ല ഇത് വരുന്നത്. എനിക്ക് ഒരു എക്സാമ്പിള് നേരത്തെ നമ്മൾ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നത് വളരെ സന്തോഷമാണ്. എല്ലാവരും ഒരേ രീതിയിലാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. തുടക്കത്തിൽ ആ റിപ്പോർട്ടിൽ നമ്മൾ കുറച്ച് ഒരുപക്ഷെ കൂടുതലും സംസാരിച്ചു പോയി കാണും. പക്ഷെ നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ റോള് വരുന്നത് ഇപ്പൊ ഗവൺമെന്റ് റോൾ അല്ലെങ്കിൽ രഞ്ജിത്ത് സാറ് പറഞ്ഞിരുന്ന പോലെ അല്ലെങ്കിൽ കൃഷ്ണകുമാർ സാറ് പറഞ്ഞ പോലെ നമുക്ക് വേണ്ട രീതിയിൽ പോളിസികൾ മാറാൻ പറ്റണം. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഒരു ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം എന്ന് പറയുന്ന ഒരു സാധനം കേരള ഗവൺമെന്റ് സ്കീമായിട്ട് വന്നത്. ഒരുപാട് സാഹചര്യത്തിൽ KFC അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ചെയ്യലായിരുന്നു പതിവ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അപ്പറ്റൈറ്റ്, റിസ്ക് അപ്പറ്റൈറ്റ് വരുമായിരുന്നു. പക്ഷെ നമ്മൾ കൊടുത്തൊരു നിർദ്ദേശം ഇതാണ്, നമുക്ക് ഫണ്ട് മാത്രം പോരാ, ഈ കമ്പനി വളർത്തുന്ന പരിചയം വേണം. അതാണ് ഡോക്ടർ കൃഷ്ണകുമാർ സാറും ഇദ്ദേഹമൊക്കെ പറയാൻ ശ്രമിച്ചത്. ആ കമ്പനി വളർത്തുന്ന ഒരു രീതിക്കും നോളജ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമിൽ ചെയ്തത് കേരള ഗവൺമെന്റ് മൂലധനം കൊടുത്തിട്ട് ഇന്ത്യയിലെ പ്രമുഖ വെഞ്ചർ ക്യാപിറ്റലിലുള്ള കമ്പനികളെ ഇൻവൈറ്റ് ചെയ്തു. നിങ്ങൾ കേരളത്തിലെ കമ്പനികളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മൂലധനം തരാം. ഈ സജഷൻ വന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉൾപ്പെടെ ഇൻഡസ്ട്രിയൽ സജഷൻ വന്നത് ഗവൺമെന്റ് അവരെ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ അവരെ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി നമ്മളെക്കാളും കൂടുതലാണ്. അപ്പൊ ഒരു മേഖലയിലുള്ള പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുമിച്ച് വന്ന് ഒരു റിസൾട്ട് ക്രിയേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇതാണ്. അതൊരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എനർജി ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ജെൻ റോബോട്ടിക്സ് അതിന്റെ ഒരു ബെനിഫിഷ്യറിയാണ്, ആ ഫണ്ടിങ്ങിന്റെയും ആ പറഞ്ഞതിന്റെയും. ഓക്കെ, ശ്രീ കൃഷ്ണകുമാർ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഈ അവരവർക്ക് കഴിവ് തെളിയിച്ച മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ കൊടുക്കാനായിട്ടുള്ള പദ്ധതികൾ പോകുന്നതല്ലേ ഏറ്റവും കൂടുതൽ നല്ലത് സംരംഭകരാകുമ്പോൾ? തീർച്ചയായിട്ടും അവരവർക്ക് താല്പര്യമുള്ള, അവരവർക്ക് കഴിവുള്ള മേഖലകളിൽ തന്നെയാണ് പ്രവർത്തനം ആരംഭിക്കേണ്ടത്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും സർക്കാരും ഒക്കെ അതിനകത്തൊരു പ്രധാന റോളുണ്ടല്ലോ, ഏതൊക്കെ രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ വേണമെന്ന്. പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കഴിവുള്ള മേഖലയിൽ ഉള്ള സ്റ്റാർട്ടപ്പുകൾ തന്നെ നമ്മൾ തുടങ്ങണം. തന്നെയുമല്ല, പബ്ലിക്കിന് ആവശ്യമുള്ള, ഉപഭോക്താവിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. എൻ്റെ കഴിവ് അനുസരിച്ച് മാത്രം ഞാൻ ചെയ്തുകൊണ്ട് എൻ്റെ സ്റ്റാർട്ടപ്പ് സർവൈവ് ചെയ്യത്തില്ല. മറിച്ച് എൻ്റെ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഉപഭോക്താവിന് ആവശ്യമുള്ള കാര്യങ്ങൾ, അഡാപ്റ്റീവായിട്ടുള്ള, മാറുന്ന സാഹചര്യങ്ങളോട് അഡാപ്റ്റീവായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം. ഓക്കെ, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ല, ഇതിന് ബേസിക്കലി ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കിപ്പോൾ പറയുന്ന ഡീപ് ടെക് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അല്ലെങ്കിൽ റോബോട്ടിക്സും അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇങ്ങനെയൊക്കെ പറയുന്ന പുതിയ വളരെ ടെക്നോളജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് വേണ്ട ഒരു അതിനാണ് ഡീപ് ടെക് എന്ന് പറയുന്നത്. നമുക്ക് അതിന് വേണ്ട ആളുകൾക്കുള്ള ട്രെയിനിങ് മുതലാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ സൈക്കിള് വരണം. ഇത് പ്രോഡക്റ്റൈസ് ചെയ്ത് പ്രോഡക്റ്റിനെ ആളുകൾക്ക് കൊണ്ട് എത്തിക്കുവാൻ വരെ ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിന് ഡെഫിനറ്റായിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? കേരളത്തിന് ഡെഫിനറ്റായിട്ടും ഒരു ഇന്ത്യയുടെ എങ്കിലും ഒരു സിലിക്കോൺ വാലി ആയി മാറാൻ സാധിക്കട്ടെ. ഓക്കെ, ശ്രീ സിദ്ദിഖ്, എന്തെങ്കിലും പുതിയ നിർദ്ദേശം ഒക്കെ മുമ്പോട്ട് വയ്ക്കാനുണ്ടോ താങ്കൾക്ക്? ഇല്ല, താങ്ക് യു. ഒന്നും ഇപ്പോഴാണ് ചർച്ചയുടെ ഗൗരവത്തിൽ വന്നപ്പോൾ ശ്രീ സിദ്ദിഖിനൊന്നും പറയാനില്ല.
അല്ല, എനിക്കൊന്നും പറയാനില്ലാത്തതല്ല. ഞാൻ പറയുന്നത് ഈ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഈ നേരത്തെ പറഞ്ഞത് പോലെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ കൂടുതൽ സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ ആയി നിന്നുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകളെയും അവരുടെ സംരംഭകത്വത്തെയും മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ശ്രീ സിജോ, എന്തെങ്കിലും ഉണ്ടോ? സോ പറയാനുള്ള എടുത്തു പറയേണ്ട പോയിന്റ്, ഈ സംരംഭകരെയും അല്ലെ സംരംഭക മേഖലയും വ്യത്യസ്തമാക്കുന്നത് പ്രശ്നങ്ങളെ അവസരങ്ങളായി കണ്ട് നമുക്ക് ഇതും സോൾവ് ചെയ്യാം എന്നുള്ള ഒരു മനസ്ഥിതിയാണ്. റൈറ്റ്? ഇന്നും ഇന്ത്യ മേഖല എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലെ ഇപ്പൊ സൊമാറ്റോ IPO ഒക്കെ പോയി. പക്ഷേ ഇന്ത്യയിൽ IPO ഇന്നും കുറെ പ്രശ്നങ്ങളുണ്ട്. അതിൽ സെബിയോടൊക്കെ സംസാരിക്കുന്നു. സെബി ഇന്നലെ വേറൊരു ഒരു നിയമം റിലാക്സേഷനായി വന്നിരുന്നു. അപ്പം ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു അവസരങ്ങളായി കണ്ട് സോൾവ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന ഒരു സെക്ടറിന്റെ എനർജിയാണ് ശരിക്കും സ്റ്റാർട്ടപ്പ് മേഖല നമുക്ക് തരുന്നത്. അതിനെ എംബ്രേസ് ചെയ്ത് നമുക്ക് ഗ്രോ ചെയ്യാൻ ശ്രീ സിജോ, അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ കുതിപ്പേകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൗഹൃദ അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. വർത്തമാനകാലം ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം. दीदी, आप गर्भ निरोधक गोलियां लेती हैं? हाँ, क्यों? गांव में बुआ जी कहती थी कि सर टकराने से सर पे सींग निकल आते हैं, या फिर फल का बीज खा लिया तो पेट में पेड़ उगेगा। और ये भी कहती होगी कि गर्भवती औरतों को नदी नहीं पार करनी चाहिए।